പ്രൈസ് ലോർഡ്. നമുക്ക് വേണ്ടി ആർ ഈ കല്ലുരുട്ടി മാറ്റും? പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നോക്കി നാമും പറയാറുണ്ട്, ഈ പ്രതിസന്ധിയെ തരണം ചെയ്ത് ഞാൻ ആ ലക്ഷ്യത്തിൽ എങ്ങനെ എത്തപ്പെടും? എൻ്റെ മുമ്പിലുള്ള ഈ കല്ല് തടസ്സമായി നിൽക്കുന്ന ഈ അവസ്ഥയെ ഓവർകം ചെയ്ത് എങ്ങനെ ഞാൻ അതിനെ തരണം ചെയ്ത് അവിടെ എത്തപ്പെടും? ഞാൻ ആ നന്മ എങ്ങനെ പ്രാപിക്കും? എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ ഞാൻ കേട്ട ദൈവിക ശബ്ദത്തിലേക്ക് നടന്നെടുക്കുവാൻ കഴിയാതെ വണ്ണം മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ തരണം ചെയ്ത് ഞാൻ ലക്ഷ്യത്തിൽ എങ്ങനെ എത്തപ്പെടും? പലപ്പോഴും ഹൃദയത്തിൽ ഭാരത്തോടെ പല ചോദ്യങ്ങളുമായിട്ട് ജീവിതത്തിൻ്റെ പല സാഹചര്യത്തിലും പല വേദനയുടെ ഘട്ടത്തിലും നാം ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ഓരോരുത്തരെ നോക്കി പറയുക, ഞാൻ നിനക്ക് വേണ്ടി ആ കല്ലുരുട്ടി മാറ്റും. ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുക. അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുണ്ടു മാറിയതായി കണ്ടു. കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. അവർക്കറിയാമായിരുന്നു തങ്ങളെ കൊണ്ട് ഒരിക്കലും ആ കല്ലുരുട്ടി മാറ്റിയിട്ട് ആ കല്ലറയ്ക്കകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും വാഞ്ചയും യേശുവിനോടുള്ള സ്നേഹവും നിമിത്തം അവർ അതിരാവിലെ ആ കല്ലറയ്ക്കൽ എത്തുകയാണ്. മുൻപിലുള്ള പ്രതിസന്ധിയെ നോക്കിയാൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ നീ കേട്ട ദൈവശബ്ദത്തിന് മുൻപിൽ വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ, വാഞ്ചയോടെ, ആവേശത്തോടെ കാലെടുത്ത് വെക്കാൻ തയ്യാറാണോ? നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കും. ആരും സഹായിക്കാൻ കാണത്തില്ല, ആരും കൈത്താങ്ങാൻ കാണത്തില്ല, ഒരു വാക്കുപോലും പറയാൻ ആരും കാണത്തില്ല. നിന്നെ അക്സെപ്റ്റ് ചെയ്യാനോ, നിന്റെ ഒപ്പം നിൽക്കാനോ, നിന്നെ മനസ്സിലാക്കാനോ, നിന്റെ ഉള്ള അവസ്ഥ അറിയാനോ, നിന്റെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പ് പോലും തിരിച്ചറിയാൻ പോലും പലർക്കും, ഒപ്പമുള്ള ആർക്കും കഴിയാത്ത സാഹചര്യത്തിൽ ഒരു ഹോപ്പ് മുൻപിലില്ല, സഹായിക്കാൻ ആരുമില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല, സ്വയമായിട്ടൊന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാതെ അപ്രാപ്തയായിരിക്കുന്ന സാഹചര്യത്തിനകത്തും വിശ്വാസത്തോടെ നീ ഇറങ്ങുമ്പോൾ, നീ കാലെടുത്ത് വെക്കുമ്പോൾ, വിശ്വാസത്തോടെ നീ കൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ, അവിടെ നിനക്ക് വേണ്ടി നിന്റെ പ്രതിസന്ധിയെ മാറ്റി നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ നിറവേറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവം അതിന് പ്രാപ്തനാണ്. ഇന്ന് രാത്രികാലം ഭാരത്തോടെ ഇരിക്കുന്ന ഈ ചോദ്യമായി, ആരെനിക്ക് വേണ്ടി എൻ്റെ മുമ്പിലുള്ള ഈ പ്രതിസന്ധിയെ, ഈ കല്ലിനെ ഉരുട്ടി മാറ്റി കളയുമെന്ന് വേദനയോടെ ചോദിച്ചിഹ്നമായി പല ചോദ്യങ്ങൾ കൊണ്ട് മനസ്സിനകത്ത് ആടി ഉലഞ്ഞ് ഒന്ന് ചിരിക്കുവാൻ പോലും കഴിയാതെ, ഒന്ന് സന്തോഷിക്കാൻ പോലും കഴിയാതെ, ഭാരത്തോടെ, നെടുവീർപ്പോടെ, തകർന്ന ഹൃദയത്തോടെ, രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങുവാൻ പോലും കഴിയാതെ കണ്ണുനീരിൻ കൊണ്ട് വെളുപ്പിക്കുന്ന പല ദിനരാത്രികൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ആ ജീവിതത്തിനകത്തൂടെ കടന്നുപോയ സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെ നോക്കി പറയുക, നിനക്ക് വേണ്ടി ഞാൻ ആ കല്ലിനെ ഉരുട്ടി മാറ്റും. നിന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തത്തെ ഞാൻ നിറവേറ്റും. നീ ഭാരപ്പെടേണ്ട കുഞ്ഞെ, നീ ഭാരപ്പെടേണ്ട മകനെ, നീ ഭാരപ്പെട്ടു പോകണ്ട. നിന്നോട് വാഗ്ദത്തം ചെയ്ത ഞാനത് നിനക്ക് വേണ്ടി നിവർത്തിക്കും. എൻ്റെ സമയത്തിനു വേണ്ടി നീ ക്ഷമയോടെ കാത്തിരിക്കുക. താമസിക്കും തോറും ദൈവപ്രവൃത്തിയുടെ മഹത്വം നിന്റെ ജീവിതത്തിൽ വർദ്ധിക്കും. വലിയൊരു സാക്ഷ്യമായി നിന്റെ ഈ പെയിനെ ദൈവം മാറ്റും. അത് ദൈവമഹത്വമാ, അത് ദൈവത്തിൻ്റെ നീതിയാ. ആർ ഈ കല്ലുരുട്ടി മാറ്റും? ധൈര്യമായിട്ടും ഉറപ്പോടും ഇരിക്കാം. യഹോവ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. യഹോവ ആർക്കും കടക്കാരനല്ല.
എൻ്റെ അപ്പൻ ആർക്കും കടക്കാരനല്ല. വിദ്യാഭ്യാസത്തിനകത്തും സാമ്പത്തിക മേഖലയിലും മിനിസ്ട്രി മേഖലയിലും ജോലിയുടെ വിഷയത്തിനുമൊക്കെ പല നിലകളിൽ കുടുംബജീവിതത്തിനകത്തൊക്കെ പല വിഷയത്തിനകത്ത് ഭാരത്തോടും നെടുവീർപ്പോടും ജീവിതത്തിന്റെ പല പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുന്ന വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മാവ് ഒരു പ്രാവശ്യം കൂടെ പറയുക, ഞാൻ നിനക്ക് വേണ്ടിയ കല്ലിനെ ഉരുട്ടി മാറ്റി നിന്റെ മേൽ എൻ്റെ നീതി ഉദിക്കും. എൻ്റെ നീതി വെളിപ്പെടുന്നൊരു ദിവസം നിനക്ക് വേണ്ടി ഞാൻ എഴുന്നേൽക്കുന്നൊരു ദിവസമുണ്ട് കുഞ്ഞേ, ധൈര്യമായിട്ടിരിക്കുക. നിന്നോട് വാഗ്ദത്തം ചെയ്തത് ഞാനത് നിവർത്തിക്കും. കേട്ട വാഗ്ദത്തത്തിനകത്ത് ഉറയ്ക്കുക, യഹോവ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ മുൻപിലുള്ള മല പോലുള്ള പ്രതിസന്ധികൾ, മല പോലെ നിൽക്കുന്ന പ്രതിസന്ധികൾ യഹോവ നിനക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ അതൊക്കെ നിന്റെ മുമ്പിൽ നിന്ന് ഉരുകിപ്പോകുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ശത്രുവിന് അതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങുന്നൊരു ദിവസമുണ്ട്. പലപ്പോഴും പല ചോദ്യങ്ങളാ, കർത്താവേ എന്താ താമസിക്കുന്നത്? ഇതിനകത്തൊരു മറുപടിയില്ലല്ലോ, മുൻപോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ അപ്പാ, ഒരു വഴിയും തുറക്കപ്പെടുന്നില്ലല്ലോ, എല്ലാ വഴികളും അടയപ്പെട്ടിരിക്കുക. എന്നെ ഒന്ന് കൈത്താങ്ങാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു മനുഷ്യൻ എൻ്റെ ചുറ്റുമില്ലല്ലോ എന്നോർത്ത് പലപ്പോഴും ഭാരത്തോടും വേദനയോടും നെടുവീർപ്പോടും ഇരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. പല ചോദ്യങ്ങൾക്കും പലരുടെ മുൻപിലും നിരപരാധിയായിട്ട് പോലും മോശക്കാരനെന്നും ചിത്രീകരിക്കപ്പെട്ട അവസ്ഥ, ആ വേദനയുടെ ആ തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ജീവിതങ്ങൾ, ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട. യഹോവ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നൊരു ദിവസം, യഹോവ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദിവസം, യഹോവ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദിവസമുണ്ട്. നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ ഉരുട്ടി മാറ്റി നിങ്ങളുടെ മുമ്പിൽ വഴി തുറന്ന് ആ വാഗ്ദത്ത ദേശത്ത്, ആ നന്മയ്ക്കകത്ത്, ആ വാഗ്ദത്തത്തിനകത്ത് നിങ്ങളെ എത്തിക്കുന്നൊരു ദിവസമുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ, ചുറ്റുമുള്ള പ്രതിസന്ധികളെ കണ്ട് ഭയത്തോടെ, നെടുവീർപ്പോടെ, തകർന്ന ഹൃദയത്തോടെ ഇരിക്കാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി വീണ്ടും വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ, വാഞ്ചയോടെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. യഹോവ നിനക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും. ആമേൻ. ധൈര്യമായിട്ടിരിക്കുക. ഈ വചനം ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തിയായി, വലിയ വിടുതലായി, വലിയ അത്ഭുതമായി, അവിടെ ഹൃദയത്തിനകത്തെ ഭാരത്തെ ഉരുട്ടി മാറ്റുന്ന നിലവാരത്തിൽ ഒരു ആശ്വാസമായി തീരട്ടെ. ആമേൻ.